മറ്റൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് ചണ്ഡീഗഡിലേക്കാണ്. ചണ്ഡീഗഡിലേക്ക് പോകുന്നത് നമ്മൾ കേരള സമ്പർക്രാന്തിയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കൊച്ചുവേളിയിലാണ് ഉള്ളത്. കൊച്ചുവേളി ടു ചണ്ഡീഗഡിലേക്കുള്ള ട്രെയിനാണ് നമ്മുടെ കേരള സമ്പർക്രാന്തി. ട്രെയിൻ നമ്പർ 12217 ആണ്. അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലാണ്. ട്രെയിൻ ഇപ്പോൾ പ്ലാറ്റ്ഫോം 6 വന്നിട്ടുണ്ട്. നമുക്കിനി പോകാൻ, ഇതാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ. അപ്പോൾ ട്രെയിൻ പ്ലാറ്റ്ഫോം 6 കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിനിലേക്ക് പോയി കയറാം. എന്നിട്ട് ഡോർ തുറന്നുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഏകദേശം 3:30 ആയിട്ടുള്ളൂ. നമുക്ക് പോകാനുള്ളത് 4:50 ട്രെയിൻ എടുക്കുന്നത്. പിന്നെ ഇതൊരു ട്രെയിൻ യാത്രയുടെ ബ്ലോഗായിരിക്കും. അതായത് ഇവിടുന്ന് 2 ദിവസം ഉണ്ടായിരുന്നു യാത്ര. അപ്പോൾ അത് കാരണം 2 പാർട്ടായിട്ട് എടുത്തുള്ളൂ. അത് കാരണം ഫുൾ ഇതിന് യാത്ര ജേർണി മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി അവിടെ ചെന്നിട്ടുള്ളത് വേറെ എപ്പിസോഡായിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ ഇത് 2 എപ്പിസോഡായിട്ടാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങൾ ട്രെയിനിലേക്ക് കയറിയിട്ട് പോകും. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ഒറ്റയ്ക്കാണ് പോണത്. ഞങ്ങളുടെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും, ഞാൻ എൻ്റെ വൈഫായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ വൈഫിന് ജോലി കിട്ടിയതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോണത്. ഞങ്ങൾ 2 പേരും കൂടിയാണ് ബുക്ക് ചെയ്തത്. പക്ഷേ ജോലി കിട്ടി ഇപ്പോൾ 2-3 ആഴ്ചയായിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് ഒറ്റയ്ക്കാണ് പോണത്. ഇനിയിപ്പോൾ ട്രെയിനിൻ്റെ അകത്ത് കയറി നോക്കാം, ഓപ്പൺ ആയോ ഇല്ലയെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇതാണ്. ഇത് നമ്മുടെ ഫസ്റ്റ് AC കമ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ACയിലേക്കൊന്ന് കയറി നോക്കാം. ഫസ്റ്റ് AC ഓപ്പൺ ആണോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഇതാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് ACയിലെ ഈ കൂപ്പ എന്നൊക്കെ പറയില്ല നമ്മൾ. ഇതാണ് ഫസ്റ്റ് AC കൂപ്പ. അപ്പോൾ 2 പേർക്ക് കിടക്കാൻ പറ്റണതാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ മിററൊക്കെ ഉണ്ട്. പിന്നെ ചാർജിങ് സോക്കറ്റ് 1-2 അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ. അത് ഇവിടെ കൂടി ഇങ്ങനെ കയറി മേളിലേക്ക് കയറാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ ബെഡ്ഷീറ്റും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. കൊള്ളാം. നമുക്കിനിയിപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ACയിലൊന്ന് കയറി നോക്കാം. ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് AC. സെക്കൻഡ് ACയിൽ അപ്പറും ഒരു ലോവറും മാത്രമേ വരത്തുള്ളൂ, മിഡിൽ ഉണ്ടാവത്തില്ല. അത്യാവശ്യം കൊള്ളാട്ടോ ഇവിടെ. ഇത് മാത്രമേ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പുറത്തെ കാണിച്ചു തരാം. കൊള്ളാം. ഇതാകുമ്പോൾ അത്യാവശ്യം മറ്റേ മിഡിലില്ലാത്ത കാരണം അത്യാവശ്യം സൗകര്യമുണ്ട്. ഇവിടെ 2 ചാർജിങ് സോക്കറ്റ് ഉണ്ട്. 2 അല്ല കേട്ടോ, 2 സൈഡിലും 4 വെച്ചിട്ടുണ്ട്. 4 ഉണ്ട് ഇവിടെ. പിന്നെ സൈഡിലുണ്ട് 1, പിന്നെ മേളിലുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ കർട്ടനൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര പ്രൈവസി ആയിരിക്കും. കർട്ടനൊക്കെ ഇട്ടാൽ എല്ലായിടത്തും ഉണ്ട്. നമുക്കിനി തേർഡ് ACയിലേക്ക് പോവാം. ഇതാണ് ഇതിൻ്റെ 3 ടയർ AC കേട്ടോ. ഇതിന് നമ്മുടെ സ്ലീപ്പർ പോലെ ലോവർ ഉണ്ടാവും, മിഡിൽ ഇത് പൊക്കി വെച്ച് മിഡിലുണ്ട്, പിന്നെ ഒരു അപ്പർ. നമ്മുടെ സ്ലീപ്പറിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ. പിന്നെ ഇതിൽ ചാർജ് സോക്കറ്റ് ഈ സൈഡിൽ 2 ഉള്ളൂ, അപ്പുറത്തെ സൈഡിലില്ല. എന്താവും ഇവിടെ ഈ സൈഡിലില്ലല്ലോ, ഇത് മേളിലുണ്ടാവും. നോർത്ത് ഇന്ത്യയിലൊക്കെ പോകാൻ നേരത്തെ നമ്മൾ മാക്സിമം ഒരു 3 ടയർ AC എങ്കിലും എടുക്കണം കേട്ടോ. അത്യാവശ്യം കംഫർട്ടബിളായിട്ട് പോവാം. ഇവിടെ അടുത്ത് തന്നെയാണ് എയർപോർട്ട്. അപ്പോൾ ഇത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനും ഫ്ലൈറ്റും. അടിപൊളി. ഇന്ന് ഞാൻ ട്രാവൽ ചെയ്യണത് സ്ലീപ്പറിലാണ് കേട്ടോ. സ്ലീപ്പറിൽ എനിക്ക് S1 കിട്ടും. S1 38 കിട്ടിയേക്കണത്. അങ്ങോട്ട് അവിടെ ലേഡീസ് കിടക്കുവാണ്. അതാണ് ഞാൻ അങ്ങോട്ട് പോകാഞ്ഞത്. അങ്ങോട്ട് പോകണം നമ്മൾ.
പിന്നെ ഇവിടെ അത്യാവശ്യം 2 ചാർജ് സോക്കറ്റ് നേരത്തെ നമ്മൾ കാണിച്ചില്ലേ, അതേപോലെ തന്നെ ലോവറും മിഡിലും അപ്പറും മിററ്. അത്യാവശ്യം ഇപ്പം നല്ല വൃത്തിയുണ്ട് കേട്ടോ, അത്യാവശ്യം കഴുകി കൊണ്ടുവന്നൊക്കെ ഇട്ടേക്ക്. ഇതാണ് കേട്ടോ നമ്മുടെ ലോക്കോമോട്ടീവ്, WAP7 ആണ്, വഡോദര ഷെഡിൻ്റെയാണ് ലോക്കോമോട്ടീവ്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ടിക്കറ്റ് എടുത്തേക്കണത് ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തുള്ളത് എറണാകുളത്തേക്കാണ്. ഞാൻ എറണാകുളത്ത് നിന്ന് അങ്ങോട്ടുള്ളതാണ് എടുത്തത്. പിന്നെ ഞാൻ ഓർത്ത് കൊച്ചുവേളിയിൽ നിന്ന് ട്രെയിൻ കയറാം എന്നുള്ളൊരു പ്ലാനായി. അങ്ങനെ ഞാൻ 2 ടിക്കറ്റായിട്ട് എടുത്തേക്കണം. അതായത് ഈ ടിക്കറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ കൊച്ചുവേളിയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ അത് എറണാകുളം വരെ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് സീറ്റ് മാറി കയറേണ്ടി വരും. അപ്പോൾ 2 ഇതായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ നേരത്തെ എറണാകുളത്ത് നിന്ന് പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. പിന്നെ അത് ക്യാൻസൽ ചെയ്ത് ഞാൻ നേരെ കൊച്ചുവേളിയിലേക്ക് പോകുന്നു. അപ്പോൾ 2 ഇതായിട്ടാണ് ഞാൻ എടുത്തേക്കണത്. ഇപ്പം കറക്റ്റ് 4:50 ആയപ്പോൾ തന്നെ നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. കിട്ടത്തില്ല, രാത്രിയല്ലേ. അപ്പോൾ ഇന്ന് രാവിലെ ചെയ്യുന്നതിലും ആലപ്പുഴയൊക്കെ തന്നിരുന്ന് നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ ഞാൻ ഇന്നലെ കിടന്ന് ഉറങ്ങാൻ പോകണം, ഉറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രി ഇവിടെ വന്നതാണ്. രാത്രിത്തെ ട്രെയിനിൽ നമുക്ക് കയറി വന്നിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഇവിടെ റിട്ടയറിംഗ് റൂമൊന്നുമില്ല, കാരണം ഉറക്കം ക്ഷീണമൊന്നും നല്ലവണ്ണം. അങ്ങനെ എൻ്റെ മോളോട് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ എന്തായാലും ആലപ്പുഴ നേരത്തെ കാണാൻ രാവിലെ. അങ്ങനെ നമ്മളിപ്പോൾ ആലപ്പുഴ എത്താറായി. ഇതിന് 2 കിലോമീറ്റർ ഉള്ളൂ ആലപ്പുഴക്ക്. നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങി. സമയം കിടന്ന് ഉറങ്ങിയിട്ടില്ല, ഭയങ്കര ഒച്ച. പിന്നെ നമ്മുടെ ട്രെയിൻ ഓടുന്നത് കൊച്ചുവേളി ടു ചണ്ഡീഗഡ് 3090 കിലോമീറ്ററാണ്. പിന്നെ വേറൊരു കാര്യമാണ്, ഏറ്റവും ലോങ്സ്റ്റ് സമ്പർക്രാന്തിയാണ് കേട്ടോ നമ്മളിപ്പോൾ പോണത് കൊച്ചുവേളി ടു ചണ്ഡീഗഡ്. ഏകദേശം ആലപ്പുഴ എത്താറായി. ഇത് ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. ഇവിടെ 2 ജനറൽ ഉണ്ട്, ഫ്രണ്ടിലുണ്ട് 2 1 ഉണ്ട് ഫ്രണ്ടിൽ. അങ്ങനെ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ നിന്ന് എടുത്തേട്ടാ ആലപ്പുഴയിൽ. അടുത്ത സ്റ്റേഷൻ വരുന്ന എറണാകുളം. അപ്പോൾ നമുക്ക് എറണാകുളത്തേക്ക് മാറി കയറണം. നമുക്ക് ഇപ്പോൾ ഇത് S1 ആണ്, ഇനി S3യിലേക്ക് പോകണം. നമുക്ക് ഇതേപോലെ പോയാൽ മതി. പിന്നെ ഇവിടെ എനിക്ക് അപ്പർ ബർത്തായിരുന്നു, പക്ഷേ എനിക്ക് അവിടെ ചെല്ലാൻ നേരത്തെ എനിക്ക് വന്നത് എറണാകുളത്ത് നിന്ന് വന്നത് സൈഡ് അപ്പറാണ്.
അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. നമ്മളിപ്പോൾ മാരാരിക്കുളത്തിടാം. ഇവിടെ സ്റ്റോപ്പില്ല. അങ്ങനെ നമ്മളിപ്പോൾ ചേർത്തലെത്തിയിടാം. ഇവിടെ സ്റ്റോപ്പില്ല. എനിക്ക് തോന്നണം ഇവിടെ നിർത്തുമെന്ന് തോന്നണേട്ടാ. സ്റ്റോപ്പില്ലാത്തതാണ്, വല്ല സിഗ്നലിന് വേണ്ടി നിർത്തണമെങ്കിൽ. ഇവിടെ നിൽക്കാൻ നേരത്ത് സൂക്ഷിക്കണം കേട്ടോ. ഈ വണ്ടി ഇങ്ങനെ ബ്രേക്ക് കിട്ടുമല്ലോ, അപ്പോൾ ഈ നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ ഈ ഡോറ് പെട്ടെന്ന് ഇങ്ങനെ വരും, പുറത്തോട്ട് പോവേ. വണ്ടി ഇവിടെ പിടിച്ചിട്ടിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടാ. ഇത് വണ്ടി നോർത്തേൺ റെയിൽവേയുടെ ഇതാണ് കേട്ടോ, കീഴിലുള്ള വണ്ടിയാണ്. പിന്നെ ഇവിടെ നിന്നായ എറണാകുളം ജംഗ്ഷനിലേക്ക് ആയ 35 കിലോമീറ്റർ ഉള്ളൂ. ഏകദേശം 1.25 മണിക്കൂറുണ്ട്. അതുകൊണ്ടാണ് ഈ പിടിച്ചിട്ട് പോണത്. കറക്റ്റ് ടൈം ആകുമ്പോൾ ചെന്നാൽ മതില്ല, ഒരുപാട് സമയമുണ്ട്. ഇപ്പം നമ്മളപ്പോൾ ഇവിടെ പിടിച്ചിട്ടേക്കാണല്ലോ കുറേ നേരമായിട്ട്. അപ്പോൾ അപ്പുറത്തൊരു ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് 120/76 കോഴിക്കോട് ജനശതാബ്ദിയാണ് കേട്ടോ. ആ ട്രെയിന് 9:17 ആകുമ്പോൾ എറണാകുളത്ത് എത്തണ്ടേ. അപ്പോൾ അതൊക്കെ പോയതിന് ശേഷം നമ്മുടെ ട്രെയിൻ പോകത്തുള്ളൂ. അങ്ങനെ 55 മിനിറ്റ് ഡിലേ ആക്കിയാണ് ഇവിടെ. 55 മിനിറ്റ് പിടിച്ചിട്ടതിന് ശേഷമാണ് നമ്മൾ ചേർത്തലയിൽ നിന്ന് ഇപ്പോൾ വണ്ടി എടുക്കുന്നത്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റേഷൻ, തുറവൂർ. അടിപൊളി മഴയൊക്കെ പെയ്ത്. ഇവിടെയാണ് കേട്ടോ ഞങ്ങളുടെ വീട്. ആ കായലിൻ്റെ അപ്പുറത്താണ് നമ്മുടെ വീട്.
അടിപൊളിയാണ് കേട്ടോ, നല്ല കിടിലം വ്യൂ ആണ് ഇവിടെ. മഴയതുകൊണ്ട് വീഡിയോ ഇനിയിപ്പോൾ എറണാകുളത്ത് തോന്നിയിട്ട് എനിക്ക് മാറി കയറണം കേട്ടോ. ഇനിയിപ്പോൾ അവിടെ ചെല്ലാനായിട്ട് കാണാം. എറണാകുളം സൗത്തായി 15 മിനിറ്റ് ഡിലേ ആണ്. ഇത് ഫസ്റ്റ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഇനി മാറിക്കയറേണ്ടത്. ഇതാണ് കേട്ടോ മംഗള. ഇത് 10:30 ഇവിടെ നിന്ന് എടുക്കുന്നത്. ഇപ്പം മൺസൂൺ ടൈം ടേബിൾ പ്രകാരം ഉണ്ടാ. മൺസൂണിൽ ഇത് 10:30 പോകണം, അല്ലെങ്കിൽ ഇത് 1:10 1:20 അങ്ങോട്ടൊക്കെ ആയിരുന്നു ഉച്ചക്ക്. കഴിച്ചിട്ടില്ല, അപ്പം എന്തെങ്കിലും മേടിക്കണം. മേടിച്ചിട്ട് കഴിക്കണം. മണി 10 ഇതാണ് കേട്ടോ നമ്മുടെ അപ്പർ ബർത്ത്. എനിക്ക് മേളത്താണ് അപ്പർ ബർത്ത് നമ്മുടെ. ഇത് നമ്മുടെ എറണാകുളം സ്റ്റാൻഡ്. അപ്പോൾ 11:07 തന്നെ ട്രെയിനാണ്. അപ്പം നേരത്തെയാണ് എത്തിയേക്കുന്നത് ട്രെയിൻ. ഞാനൊരു ചിക്കൻ ബിരിയാണി മേടിച്ചു. വേറെ ഫുഡൊന്നുമില്ല. 11 മണിയായി. ഉണ്ടാവുമെന്നറിയില്ല, തിന്ന് നോക്കട്ടെ. ഒരു പീസുള്ളൂട്ടാ. അതിന് 100 രൂപയാണ് ആയത്. ടേസ്റ്റ് കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ ഒരു അച്ചാറുണ്ട്. ബാക്കി ഇനി കഴിച്ചിട്ട് വേണം. തിരുപ്പതി ട്രെയിനാണ് കേട്ടത്. തിരുവനന്തപുരം തിരുപ്പതി. ഭാരതപ്പുഴയാണ് കേട്ടോ. ഇത് ഭാരതപ്പുഴ കഴിയുമ്പോൾ തന്നെയാണ് നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. അടുത്ത കഴിഞ്ഞ് ഷൊർണൂറാണ്.
ഷൊർണൂരിൽ വണ്ടി എടുത്ത് കേട്ടോ. കറക്റ്റ് 12:20 തന്നെ വണ്ടി എടുത്ത്. ഉറങ്ങിയിട്ടില്ല, 2-3 മണിക്കൂർ ഉറങ്ങിയിട്ടില്ല. നല്ല ക്ഷീണമുണ്ട്. അതാണ് ഞാനിങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കണം. അപ്പോൾ എന്തായാലും ഇത് കിടന്ന് ഉറങ്ങണം കുറച്ച് നേരം. കോഴിക്കോടൊക്കെ എത്താൻ കുറച്ച് ടൈമുണ്ട്. കോഴിക്കോടൊക്കെ എത്തും. ഇപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് ഒന്നും എന്നറിയത്തില്ല. കണ്ടിട്ട് മാക്സിമം ചെറുതാക്കി ഇടണം. നമ്മളിപ്പോൾ കണ്ണൂർ എത്തിയിട്ടോ. 3:25 ഇപ്പോൾ വണ്ടി എടുക്കും. 5 മിനിറ്റ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ നമ്മളെ വന്ദേ ഭാരത് ഇതുവഴി വരും കേട്ടോ. കാസർഗോഡ് ടു തിരുവനന്തപുരമുള്ള വന്ദേ ഭാരതാട്ടോ. നല്ല തിരക്കില്ല വന്ദേ ഭാരതി കയറാൻ. അത്യാവശ്യം വൃത്തിയാക്കേണ്ട ഇടം. ഇപ്പം കേരളം കഴിഞ്ഞാലേ ഉള്ളൂ. കേരളത്തിൽ വലിയ സീനൊന്നുമില്ല. പക്ഷേ ഇപ്പം നോർമൽ അത്യാവശ്യം നല്ല രീതിക്ക് കിടക്കുന്നുണ്ട്. പക്ഷേ നാളെ കേരളം വിട്ട് കഴിയുമ്പോൾ പിന്നെ ഷോ ഇല്ല. നാളെ ഹിന്ദിക്കാരൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കച്ചറയൊക്കെ ഇടുള്ളൂ. ബാത്റൂമൊക്കെ ഇപ്പോഴും അടിപൊളിയായിട്ട് തന്നെ കിടക്കുന്നത്. ട്രെയിൻ ഇവിടെ പിടിച്ചിട്ടേക്കുവാണ്. സ്ഥലമൊന്നും അറിയില്ല. ഒരു ട്രെയിൻ വരുന്നുണ്ട്. ചെന്നൈ സെൻട്രലാണ് കേട്ടോ അത്. മാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനാണ്. നേത്രാവതി റിവറാണ് കേട്ടത്.
തൃശ്ശൂർ എത്തിയേട്ടാ. ഇനിയിപ്പോൾ ഇതിന് ശേഷം നമുക്കുള്ള സ്റ്റോപ്പ് വന്ന് ഉടുപ്പിയാണ് കേട്ടോ. ഉടുപ്പി പിന്നെ മഡ്ഗോൺ. ഈ ട്രെയിൻ അധികം സ്റ്റോപ്പില്ല കേട്ടോ, ആകെ 20 സ്റ്റോപ്പുള്ളൂ. ഇവിടെ നിന്ന് അപ്പോൾ ട്രെയിൻ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ നിന്നൊരു ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി രാത്രിയിലേക്ക് കിട്ടുമോ എന്നുള്ള സംശയം. ഇനിയിപ്പോൾ ഉടുപ്പിയിൽ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഉടുപ്പി കഴിഞ്ഞിട്ടാണ് ഇത് വന്നത്, ഗോവ വന്നത്. ഗോവ പക്ഷേ 11 മണി എന്തോ ആവും. അപ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഫുഡൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കില്ലേ കൊങ്കൺ റെയിൽവേ തുടങ്ങുന്നുണ്ടാകും. കൊങ്കൺ റെയിൽവേ തുടങ്ങുന്നത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ടാകും. ഇനി ഇവിടെ നിന്ന് മഹാരാഷ്ട്ര റോഹ വരെയാണ് ഈ കൊങ്കൺ റെയിൽവേ ഉള്ളത്. വേറെന്തോ മസാലയാണെന്ന് തോന്നുന്നു. 50 രൂപ കുഴപ്പമില്ല. 4 ചപ്പാത്തി ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഗോവ എത്തിയട്ടാ. ഗോവ എത്തി വണ്ടി ഇവിടെ നിന്ന് എടുത്ത്. ചണ്ഡീഗറിലേക്കുള്ള ആദ്യ പാർട്ട് നമ്മളിവിടെ നിർത്തുവാണ്. കൊച്ചുവേളിയിൽ നിന്ന് നമ്മൾ ഏകദേശം 927 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഗോവയിലെത്തിയിരിക്കുന്നത്. ഗോവയിൽ നിന്ന് വണ്ടി എടുത്ത് 10 മിനിറ്റ് ഹോൾട്ട് ഉണ്ടായിരുന്നു ഗോവയിൽ. അപ്പോൾ നമ്മൾ ഗോവയിൽ നിന്ന് ഇപ്പോൾ എടുത്ത വണ്ടി ഇപ്പോൾ ടോട്ടല് നമ്മൾ 927 കിലോമീറ്ററാണ് ഓടിയേക്കണത്. ഇന്നലെ രാവിലെ 4:50 ട്രെയിനാണ് കേട്ടോ. ഇപ്പോൾ 12 മണിയായി. 12 മണി കഴിഞ്ഞ് 11:30 എത്തേണ്ട ട്രെയിനായിരുന്നു. അപ്പോൾ ലേറ്റായി, 1/2 മണിക്കൂർ ഡിലേ ആണ് ഇപ്പോൾ വണ്ടി. അപ്പോൾ ഇപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇപ്പോൾ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നാളെ മോർണിംഗ് തൊട്ട് അടുത്ത വ്ളോഗ് നമ്മൾ എടുക്കാനല്ലോ. അപ്പോൾ ഇന്ന് നാളെ മോർണിംഗ് തൊട്ടായിരിക്കും കേട്ടോ അടുത്ത പാർട്ട്. നാളെ രാവിലെ ഇവിടെ എത്തുന്നു. അവിടെ നിന്ന് അടുത്ത പാർട്ട് എടുക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം, എന്താണെന്ന് വെച്ചാൽ പറയണം. അപ്പോൾ നമ്മൾ അടുത്ത പാർട്ടിൽ നമ്മൾ കാണാം.